സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കായി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ വീട്ടുജോലിക്കാർക്ക് പ്രത്യേക പോളിസി ആവിഷ്കരിക്കുമെന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി. വിദേശികളടക്കം 2 ദശലക്ഷത്തോളം തൊഴിലാളികൾക്കും ഒമാനിലെത്തുന്ന സന്ദർശകർക്കുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഏറ്റവും മികച്ച ആരോഗ്യ പരിരക്ഷ സ്വദേശികൾക്കും വിദേശികൾക്കും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് നിർബന്ധിത ഇൻഷുറൻസ് പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നത്. വേണ്ട സമയത്ത് താങ്ങാൻ കഴിയുന്ന നിരക്കിലുള്ള ചികിത്സ ലഭ്യമാക്കുമെന്ന് ഉറപ്പാക്കുന്നതാകും ഈ ഇൻഷുറൻസ് പരിരക്ഷ. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് പുറമെ അവരുടെ പങ്കാളിയെയും 21 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും ഉൾപ്പെടുത്തിയുള്ളതാണ് ഇൻഷുറൻസ് പദ്ധതി. ഇതോടൊപ്പം ഒമാനിലെത്തുന്ന സന്ദർശകർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഔട്ട് പേഷ്യന്റ്, ഇൻപേഷ്യന്റ് രോഗികൾക്ക് അടിസ്ഥാന ആരോഗ്യ പരിചരണം ഉറപ്പു നൽകുന്നതാണ് പദ്ധതി. അടിയന്തര സാഹചര്യങ്ങൾ, രോഗങ്ങളുടെ ചികിത്സ, മരുന്നുകളുടെ ചെലവ് എന്നിവയും ഇതിൽ ഉൾപ്പെടുമെന്ന് അടുത്തിടെ പുറത്തിറക്കിയ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. മീഡിയ 1, മസ്കത്ത്. സൗദിയിലെ മലയാളികളും സമൃദ്ധമായി വിഷു ആഘോഷിച്ചു. ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിയ പഴങ്ങളും പച്ചക്കറികളും നിരത്തി വിഷുക്കണിയൊരുക്കിയും സമൃദ്ധമായ സദ്യ ഉണ്ടുമാണ് കുടുംബങ്ങൾ ഒത്ത് താമസിക്കുന്ന പ്രവാസി മലയാളികൾ വിഷു ആഘോഷിച്ചത്. പ്രവൃത്തി ദിനമായതിനാൽ പലർക്കും ജോലിസ്ഥലത്ത് വെച്ച് തന്നെയാണ് വിഷു സദ്യയും ആഘോഷവും. ചിലർ വൈകിയാണെങ്കിലും ജോലി കഴിഞ്ഞും സ്കൂൾ വിട്ടും വീട്ടിലെത്തി വിഷു ആഘോഷിച്ചു. വിഷു നാട്ടിൽ നടക്കണമാതിരി തന്നെ ഇവിടെയും ഞങ്ങൾ ആഘോഷിച്ചു. ഒരു കുറവൊന്നുമില്ല. നാട്ടിലത്തെ വിഷു ഇങ്ങനെയൊക്കെ തന്നെയാണ് കൊണ്ടുവരല്. ഞങ്ങൾ പിന്നെ പടക്കം പൊട്ടിക്കും. ഇവിടെ ഇപ്പം പടക്കം വേറുള്ളതൊന്നുമില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ എല്ലാ വർഷം തോറും നമ്മൾ വിഷു ആഘോഷിക്കാറുണ്ട്. ഇവിടെ നമ്മളെ കൂടെയുള്ള 10-12 ഫാമിലികൾ ഒരുമിച്ചിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കാറ്. നിത്താക്കാത്തും ലവിയും കാരണം നിരവധി കുടുംബങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയതിനാൽ വർഷങ്ങളായി കുടുംബവുമൊത്ത് വിഷു ആഘോഷിച്ച പലർക്കും ഇത്തവണ ആഘോഷത്തിന് നിറം മങ്ങി. ചിലർ കുടുംബത്തെ സന്ദർശന വിസയിൽ കൊണ്ടുവന്നാണ് വിഷുവിന് ആഘോഷമൊരുക്കിയത്. ഇവിടുത്തെ അനേകം കുടുംബങ്ങളോടൊപ്പം ആഘോഷിക്കാൻ പറ്റി. നാട്ടിലെ അത്രയില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ കാണിവെക്കാനും കുടുംബങ്ങളോടൊപ്പം പല കുടുംബങ്ങളോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ വിഷു ആഘോഷിച്ചു. അവധി ദിനങ്ങൾ നോക്കി ആഘോഷങ്ങൾ കൊണ്ടാടുന്നതാണ് പ്രവാസികളുടെ പതിവ്. വിവിധ സംഘടനകളും കൂട്ടായ്മകളും സംഘടിപ്പിക്കുന്ന വിഷു ആഘോഷങ്ങൾക്ക് വാരാന്ത്യം വരെ കാത്തിരിക്കേണ്ടി വരും. മീഡിയ 1, ദമാം. കുവൈത്തിൽ നിന്നെത്തി പാസ്പോർട്ടുകൾ നഷ്ടപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ഉംറ സംഘത്തിന്റെ മടക്കയാത്ര അനിശ്ചിതത്വത്തിൽ. 21 മലയാളികളടക്കം 33 ഇന്ത്യക്കാരും മറ്റു രാജ്യക്കാരുമാണ് സംഘത്തിലുള്ളത്. കുവൈത്തിൽ നിന്നെത്തിയ തീർത്ഥാടകരാണ് കുടുങ്ങിയത്. മലയാളികൾ ഉൾപ്പെടെ 33 ഇന്ത്യക്കാരും കുവൈത്തിൽ നിന്ന് ബസ് മാർഗം ഈ മാസം 4-നാണ് മക്കയിലെത്തിയത്. സ്ത്രീകളും കുട്ടികളുമടക്കം 33 ഇന്ത്യക്കാരാണ് സംഘത്തിലുള്ളത്. ഇവരിൽ 21 പേർ മലയാളികളുമാണ്. 1 വർഷ കാലാവധിയുള്ള താൽക്കാലിക പാസ്പോർട്ട് ഇതിനകം ഇവർക്ക് ഇന്ത്യൻ കോൺസുലേറ്റ് ഇഷ്യൂ ചെയ്തു നൽകി. എന്നാൽ പുതിയ പാസ്പോർട്ടിൽ കുവൈത്ത് എംബസി സ്റ്റാമ്പ് ചെയ്താൽ മാത്രമേ ഇവർക്ക് മടങ്ങാനാവൂ. നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എല്ലാവരും സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. കാരണം നമുക്ക് കുവൈത്തിലേക്ക് ഇപ്പോൾ പാസ്പോർട്ട് ഉണ്ട്, വിസ എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് ഓൾറെഡി പ്രശ്നം എന്ന് പറയുന്നത് പാസ്പോർട്ടിൻ്റെ നമ്പറും ഈ വിസ നമ്പറും കൂടിയിട്ടുള്ള ഒരു ചേഞ്ചിങ് ആണ്, ഒരു വ്യത്യാസം വരുന്നത് അവിടെ എൻട്രിങ് ഉള്ളവർ. ഇവരെല്ലാം മക്കയിലെ താമസ സ്ഥലത്ത് തന്നെ കഴിയുകയാണ്. പലരുടെയും കൈവശമുണ്ടായിരുന്ന പണമെല്ലാം തീർന്ന അവസ്ഥയിൽ. ചില ദിവസങ്ങളിൽ ഉംറ ഏജൻസിയുടെ ആളുകൾ ഭക്ഷണം എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച കുവൈത്തിൽ തിരിച്ചെത്തേണ്ടവരായിരുന്നു ഇവരെല്ലാം. മിക്കവരും ചുരുങ്ങിയ ദിവസം അവധിയെടുത്തു വന്നവരാണ്. ജോലിയിൽ തിരികെ പ്രവേശിക്കേണ്ട തീയതിയും അവസാനിച്ചു. അതിന് കഴിയാത്ത സാഹചര്യത്തിൽ അനന്തരഫലം എന്താകുമെന്ന് ആശങ്കയും നിലനിൽക്കുന്നു. ഇനി മദീന സന്ദർശനം നടക്കുമോ എന്നുള്ള ആവലാതിയും ഇവർക്കുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റും സന്നദ്ധ പ്രവർത്തകരും എല്ലാ കാര്യങ്ങൾക്കും കൂടെയുണ്ട്. സാബിത് സലീം, മീഡിയ 1, മക്ക. കുവൈത്തിലെ ചെറുകിട സ്ഥാപനങ്ങളിലേക്കും കമ്പനികളിലേക്കും തൊഴിലാളികളെ അയക്കുന്നത് ഈജിപ്ത് താൽക്കാലികമായി നിർത്തി. ചെറുകിട പ്രൊജക്ടുകളിലേക്കും വിദഗ്ധ തൊഴിലാളികളെ ഉൾപ്പെടെ അയക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. മനുഷ്യക്കടത്ത് തടയുന്നതിന്റെ ഭാഗമായി ഈജിപ്ത് തൊഴിൽ കാര്യാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. കുവൈത്തിലെ ചെറുകിട പ്രൊജക്ടുകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട നിരവധി ഈജിപ്ഷ്യൻ തൊഴിലാളികൾ ജോലിയോ ശമ്പളമോ ഇല്ലാത്തതിനാൽ പരാതിയുമായി അധികൃതരെ സമീപിച്ചിരുന്നു. 1500 ദിനാർ വരെ നൽകിയാണ് ഇവരിൽ പലരും കുവൈത്തിലെത്തിയത്. ചെറുകിട സംരംഭങ്ങളുടെ പേരിലുള്ള 3 വർഷ കാലാവധിയുള്ള വിസയിലെത്തിയ തങ്ങൾക്ക് തൊഴിലുടമ ജോലിയോ ശമ്പളമോ നൽകുന്നില്ലെന്നായിരുന്നു തൊഴിലാളികളുടെ പരാതി. വിസ വാങ്ങുന്നതും വിൽപ്പന നടത്തുന്നതും കുവൈത്ത് നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണെങ്കിലും വിസക്കച്ചവടക്കാരും മനുഷ്യക്കടത്തു സംഘങ്ങളും കടലാസ് കമ്പനികളുടെ പേരിൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതായി കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെ കണ്ടെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈജിപ്ത് ലേബർ വകുപ്പ് റിക്രൂട്ട്മെന്റ് വിലക്ക് ഏർപ്പെടുത്തിയത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. അക്കരെ നിന്നൊരു വോട്ട്.
പൊന്നാനി മണ്ഡലത്തിലെ ആയിരക്കണക്കിന് പ്രവാസികളാണ് UAE-യിലുള്ളത്. ഇവരിൽ പരമാവധി പേരെ നാട്ടിലെത്തിക്കാനുള്ള നീക്കം ശക്തമാണ്. ഇ.ടി. മുഹമ്മദ് ബഷീറും PV അൻവറും തമ്മിൽ ശക്തമായ മത്സരം നടക്കുന്ന പൊന്നാനിയിൽ LDF-നായി പ്രവാസ ലോകത്തും പ്രചാരണങ്ങൾ പുരോഗമിക്കുകയാണ്. അജ്മാനിൽ നിന്ന് MC നാസർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം. അക്കരെ നിന്നൊരു വോട്ടിൽ ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊന്നാനി മണ്ഡലത്തെക്കുറിച്ചാണ്. അജ്മാനിലെ ഒരു വ്യവസായ സ്ഥാപനത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്നവരിൽ നല്ലൊരു പങ്കും പൊന്നാനിയിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ആദർശങ്ങളാണ് അവർ പിന്തുടരുന്നതും. നമ്മുടെ പൊന്നാനി മണ്ഡലത്തെക്കുറിച്ച് ഇടിയുണ്ട്, PV അൻവറും ഉണ്ട്. ആര് നേടും? ഇടി പാർലമെൻറ്റിലെ എക്സ്പീരിയൻസും ഇതൊക്കെ കൂടി അനുസരിച്ച് നോക്കുമ്പോൾ ഇടിക്കാണ് സാധ്യത കൂടുതൽ. അവിടെ ഇടി ജയിക്കണം. ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ പറയാനും ലളിതരുടെ കാര്യങ്ങൾ പറയാനും മറ്റേ ഇടിയെ പറ്റൂ. മറ്റുള്ള അൻവറിനൊന്നും അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. പൊന്നാനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ വ്യത്യാസമുണ്ട് അതിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടിയുടെ വോട്ടർമാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് നിൽക്കുന്നവർ തന്നെ പലരും ഇപ്പോൾ കൂടുതൽ പറഞ്ഞ മത്സ്യബന്ധന മേഖലകളിലൊക്കെയുള്ള ആളുകൾ വളരെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്തുണ്ടായത്, അൻവർ വന്നിട്ട് അവിടെ പ്രചാരണത്തിന് വന്നപ്പോൾ വളരെയധികം ജനക്കൂട്ടങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അത് കൂടുതലും ആ മണ്ഡലത്തിലുള്ള ആളുകളെ തന്നെയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എടുത്തു പറയാനുള്ളത്. പിന്നെ ഒരു മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്? ഈ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്കും മറ്റും വേണ്ടി പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും കണ്ടമാനം സംഘടനാ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തുമാണ്. ആയതുകൊണ്ട് ഇപ്രാവശ്യത്തെ പൊന്നാനി മണ്ഡലത്തിൽ ഇ.ടി. മുഹമ്മദ് ബഷീർ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇ.ടി. തന്നെ ജയിക്കും. ഇ.ടിക്ക് അതിന് കഴിയും. ഇ.ടി. എന്നൊരു രണ്ടക്ഷരം അത് പാർലമെൻറ്റിൽ അത്യാവശ്യമാണ്. അൻവർ ജയിക്കും തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊന്നാനിയിലെ തീർത്താല നിയോജകമണ്ഡലത്തിലുള്ള ആളാണ്. ഞങ്ങളുടെ ഭാഗത്തേക്ക് ഇ.ടിയുടെ യാതൊരു വികസനവും ഇല്ല. ആ ഭാഗത്ത് ഒരുപാട് പേര് പാർട്ടി മാറിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം അൻവർ ജയിക്കും എന്നുള്ളത് പറയാൻ. PDP ശക്തമായ ഒരു നിലയിൽ കാഴ്ചവെക്കുന്ന പ്രസ്ഥാനമാണ്. 20 വർഷത്തോളമായി ഞങ്ങളുടെ നേതാവ് അബ്ദുൽ നാസർ മഴതിരി തടവറങ്കിലാണ്. ഇന്നും കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ കോയമ്പത്തൂർ കഴിഞ്ഞ് ബാംഗ്ലൂർ ജയിലൊരു തടവറയിൽ കഴിയുകയാണ്. ജനങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കും. അത് ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. ശക്തമായ നല്ലൊരു പ്രചരണം അവിടെ കാഴ്ചവെക്കുകയും ചെയ്യും. ഞാനൊരു പൊന്നാനിക്കാരനാണ്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് പറയാവുന്നത്, ഞാൻ ഇത്ര നാളെൻ്റെ ചെറുപ്പം തൊട്ട് കണ്ടുവന്നിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൊന്നാനിയിൽ അത് ഈ ഒരു കാര്യത്തിൽ ഇ.ടി. അല്ലാണ്ട് വേറെ ഒരാളോട് ജയിക്കാനൊരു ചാൻസും ഇല്ല. അതെന്തായാലും നമ്മളെല്ലാവരും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മളിവിടെ നിന്നിട്ടാണെങ്കിലും മാക്സിമം നമ്മളെ കാര്യങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊന്നാനിയിൽ നിന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ ഇക്കുറിയും പാർലമെൻറ്റ് കാണുമോ, അതോ പൊന്നാനി കാത്തിരിക്കുന്നത് ഒരു അട്ടിമറിക്കായിരിക്കുമോ? പ്രവാസ ലോകവും അതിനുള്ള കാത്തിരിപ്പിലാണ്. മെയ് 23 വരെ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഗൾഫ് മേഖലയിലും ഇരു മുന്നണികൾക്കും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പരിപാടികൾ സജീവം. വിവിധ മണ്ഡലങ്ങൾക്ക് വേണ്ടിയുള്ള കൺവെൻഷനുകൾ തുടരുകയാണ്. നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ശബ്ദ സന്ദേശങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള പ്രചാരണമാണ് ഗൾഫ് മേഖലയിൽ ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളെയാണ് പ്രവാസ ലോകം കൂടുതലായും ഉപയോഗപ്പെടുത്തുന്നത്. ഇടത് വലതു മുന്നണികളുടെ ഗൾഫ് അനുഭവ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് മിക്ക പരിപാടികളും. നാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനിടയിലും ചില നേതാക്കൾ ഗൾഫിലെത്തി വിവിധ പരിപാടികളിൽ സംബന്ധിച്ച് മടങ്ങുകയും ചെയ്തു. സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത പ്രവാസി വോട്ടുകളിൽ ഇത്തവണ ഗണ്യമായ വർധനയുണ്ട്. വടകര മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത്. വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പ്രവാസി വോട്ടർമാരെ നാട്ടിലെത്തിക്കാൻ കൊണ്ടുപിടിച്ച നീക്കങ്ങളും പുരോഗമിക്കുന്നു. നിരവധി വോട്ട് വിമാനങ്ങളാവും ഇത്തവണ നാട്ടിലേക്ക് പറക്കുക. അതിനിടെ തങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ നടപ്പാക്കാൻ മുന്നണികൾ തയ്യാറാകണമെന്ന വാദവും പ്രവാസികൾ ഉന്നയിക്കുന്നു. കൗൺസിലേറ്റിൻ്റെ പുറത്ത് ആയിട്ട് ഇവരെ സേവനങ്ങളെല്ലാം നല്ല നിലയിൽ നടക്കുന്നുണ്ടോ, ഇവരെ സേവനങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ, എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി 2 ഓഡിറ്റിംഗ് രാജ്യത്തിന്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്തു നിന്ന് ഇക്കുറി കൂടുതൽ പേർ വോട്ട് ചെയ്യാൻ നാട്ടിലെത്തും. വോട്ട് രേഖപ്പെടുത്തി മാത്രം അവധിക്കാലം ഗൾഫിൽ ചെലവിട്ടാൽ മതിയെന്നുറപ്പിച്ച നിരവധി പ്രവാസി കുടുംബങ്ങളും നാട്ടിലുണ്ട്. മീഡിയ 1 ദുബൈ. ദമാം പ്രവാസി സാംസ്കാരിക വേദി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ UDF-നെ വിജയിപ്പിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു.
പാർട്ടികളെക്കാൾ വലുത് രാജ്യമാണെന്നും അതിനാൽ ഫാസിസ്റ്റ് വിരുദ്ധത അവകാശപ്പെടുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കണമെന്നും പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. രാജീവ് ഗാന്ധി സ്റ്റഡി സെന്റർ കേരള പ്രസിഡന്റ് VR അനൂപ് ഉദ്ഘാടനം ചെയ്തു. കലീൽ പാലോഡ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. OICC പ്രതിനിധി ഹനീഫ റാവുത്തർ, KMCC പ്രതിനിധി അമീർ അലി കൊയിലാണ്ടി, പ്രവാസി വനിതാ പ്രതിനിധി സുനില സലീം എന്നിവർ സംസാരിച്ചു. ഷബീർ ചാത്തമംഗലം അധ്യക്ഷത വഹിച്ചു. ബിജു പൂതക്കുളം, അഷ്റഫ് പട്ടാമ്പി, ഫൈസൽ കുറ്റ്യാടി, ജംഷാദ് അലി, സനീജ സഗീർ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമ്മാം. BJP കേന്ദ്രങ്ങളിൽ അങ്കലാപ്പ് സൃഷ്ടിച്ച് ഉജ്ജ്വലമായ പടയോട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്ന് ജോസഫ് വാഴക്കൻ. സലാലയിൽ UDF സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വിശ്വാസികൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും മോദി വിരുദ്ധ പിണറായി വിരുദ്ധ കാറ്റ് കേരളത്തിൽ ആഞ്ഞടിക്കുമെന്നും KPCC പ്രസിഡന്റ് ജോസഫ് വാഴക്കൻ പറഞ്ഞു. RSSന്റെ സംഘപരിവാറിന്റെ കോട്ടകൾ ഇളക്കം സൃഷ്ടിച്ചുകൊണ്ട് അതൊക്കെ കിടുകിടാ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ ഉത്തരേന്ത്യൻ മേഖലയിലൊക്കെ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ മുന്നേറ്റമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ജനാധിപത്യ ശക്തികൾ ഇത്രയധികം ആവേശഭരിതരായിട്ടുള്ള കാലഘട്ടമില്ല. അത്ര ഉജ്ജ്വലമായ മുന്നേറ്റമാണ്. ലുബാൻ പാലസ് ഹാളിൽ നടന്ന UDF കൺവെൻഷനിൽ യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യ എന്ന് പറയുന്ന ഈ അഖണ്ഡ ഭാരതത്തിന്റെ മനോഹരമായ മേലാപ്പിൽ ദക്ഷിണേന്ത്യയെ ഹൃദയത്തിൽ ചേർത്തു നിർത്തിയ പ്രഖ്യാപനമാണ് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനമെന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ വിധിയെഴുതി. OICC ഒമാൻ നാഷണൽ പ്രസിഡന്റ് സിദ്ദീഖ് ഹസനും സംബന്ധിച്ചു. വൈസ് ചെയർമാൻ ഡോക്ടർ നിഷ്താർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹുസൈൻ കാച്ചിലോടി, ജാഫർ ജാദിയേരി, ഹരികുമാർ, റഫീഖ് പേരാവൂർ എന്നിവർ ആശംസകൾ നേർന്നു. റഷീദ് കൽപ്പറ്റ സ്വാഗതവും NK മോഹൻദാസ് നന്ദിയും പറഞ്ഞു. മീഡിയ 1 സലാല.